അഞ്ചാം ഘട്ടത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ജമ്മുവിലെ ബാരാമുള്ള മണ്ഡലം. മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ ബാരാമുള്ളയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 54.21% പോളിംഗാണ് 5 മണിവരെ ബാരാമുള്ളയിൽ രേഖപ്പെടുത്തിയത്. 17.37 ലക്ഷം വോട്ടർമാരുള്ള ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ലോക്സഭാ മണ്ഡലം ശക്തമായ പോരാട്ടത്തിനാണ് ഇത്തവണ കളമൊരുക്കിയിരിക്കുന്നത്. കർണ, ലങ്കേറ്റ്, ഉറി, ബാരാമുള്ള തുടങ്ങിയ 15 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബാരാമുള്ള ലോക്സഭാ മണ്ഡലം. ബാരാമുള്ളയിൽ നിന്ന് 22 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 3 പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടമാണ് ഏറെ ചർച്ചയായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഉമർ അബ്ദുള്ള, പീപ്പിൾസ് കോൺഫറൻസ് നേതാവ് സജ്ജാദ് ലോൺ, അവാമി ഇത്തിഹാദ് പാർട്ടി നേതാവ് അബ്ദുള്ള റാഷിദ് ഷെയ്ഖ് എന്നിവർ തമ്മിലാണ് ശക്തമായ ത്രികോണ പോരാട്ടം. അവാമി ഇത്തിഹാദ് പാർട്ടിക്ക് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം മാറ്റിയെഴുതാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഭീകരപ്രവർത്തന കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ കഴിയുന്ന റാഷിദ് ഷെയ്ഖിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മക്കളാണ്. നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ സ്വാധീനവും മന്ത്രി എന്ന നിലയിൽ അബ്ദുള്ളയ്ക്കുള്ള ജനപിന്തുണയുമാണ് നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ പ്രതീക്ഷ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഹമ്മദ് അക്ബർ ലോണാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഫറൻസ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ ബാരാമുള്ള ഇത്തവണയും ഒപ്പം നിർത്താനാണ് നാഷണൽ കോൺഫറൻസ് പാർട്ടി ശ്രമിക്കുന്നത്. എന്നാൽ ബാരാമുള്ളയിൽ BJP സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിട്ടില്ല. സജ്ജാദ് ലോണും BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നാണ് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നത്. സജ്ജാദ് ലോൺ മണ്ഡലത്തിനുള്ളിലെ കുപ്വാര സ്വദേശിയായതിനാൽ പ്രാദേശിക പിന്തുണ പീപ്പിൾ കോൺഫറൻസ് പാർട്ടി അവകാശപ്പെടുന്നുണ്ട്. ഒമർ അബ്ദുള്ളയ്ക്കായി നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണമാണ് ബാരാമുള്ളയിൽ. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.